ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പൊരിക്കുന്ന സമയത്ത് നമുക്ക് 2 മുട്ട മതിയാകും. അതിലൊരു ചേരുവ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ പൊരിക്കുന്നത് വളരെയധികം ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിനായിട്ട് ഞാൻ മുട്ട പൊരിക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവാളയും ഒരു പച്ചമുളകും ആ ഒരു വറ്റൽമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ തേങ്ങ, ഒരു സ്വല്പം തേങ്ങ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിനകത്തോട്ട് മുട്ട പൊരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മുട്ടയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ മുട്ട നമുക്ക് 2 മുട്ട ഉണ്ടെങ്കിലും തന്നെ ആവശ്യത്തിന് നമുക്കൊരു 3-4 പേർക്ക് കഴിക്കാനായിട്ട് മുട്ട നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഇതിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മുട്ട ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്പൂൺ കൊണ്ടിട്ടൊന്നും ഇളക്കരുത്. നമ്മൾ തോരനൊക്കെ അരപ്പ് പുരട്ടത്തില്ലേ, അതുപോലെ തന്നെ കൈ കൊണ്ടിട്ട് തിരുമ്മിയെടുക്കുക. ഇനി അതിനകത്തോട്ട് ആ 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കരണ്ടി കൊണ്ടിട്ട് സ്പൂൺ കൊണ്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു തവ ഞാൻ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്ത് ആ എണ്ണയൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി അതിനകത്തോട്ട് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വെന്ത് വരുന്നതിനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, 2 സെക്കൻഡ് മതിയാകും. മുട്ടയില്ലേ, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഒരു വശം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് തിരിച്ചിട്ടെടുക്കാം. മൊത്തത്തിൽ തിരിച്ചിട്ടെടുക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്ക് കുറച്ച് പാടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് എടുത്തു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുട്ട ഇങ്ങനെ തിരിച്ചിടാനും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് സെൻട്രലായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് മുട്ട നല്ലതുപോലെ തിരിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ മുട്ട പൊരിച്ച് കഴിച്ചിട്ടില്ലാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന മുട്ടയ്ക്ക് വളരെയധികം ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും കുറച്ച് തേങ്ങ ചേർത്തിട്ട് മുട്ടയൊന്ന് പൊരിച്ച് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. ടാറ്റാ.